ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. റസാഖ്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്റെ പിന്നാലെ വരരുത്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഞാനിപ്പോ മുൻകൈ എടുക്കുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ രക്ഷ മാത്രമാണ്. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അവര് വിഷ്ണു സാറിന് വിട്ടുതരില്ല. ഇനി 3 മണിക്കൂർ കൂടി അവിടെ സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ബാക്കി പണമായിട്ട് ചെല്ലണമെന്ന്. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോ. ഇനി നമ്മൾ വരുന്നത് പോലീസുകാർ അറിയാതെ വേണം വരാൻ. ആ ശരി. എന്നാലും നമ്മുടെ കൺമുന്നിലൂടെയാ അമ്മാർ ആ പണം അടിച്ചോണ്ട് പോയത്. എവിടേക്കാണ് പോയതെന്ന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. സാർ, കളക്ടർ പ്രത്യേക നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയല്ലേ നിന്നത്. അവരുടേത് പെട്ടെന്നുള്ളൊരു അറ്റാക്കുമായിരുന്നല്ലോ. അവർ അത്രയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ ഊഹിക്കണമായിരുന്നു. അവര് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി. നമ്മുടെ നീക്കങ്ങളെല്ലാം പാഴാവുകയും ചെയ്തു. സർ, കളക്ടർ മാഡം വന്നാലേ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റൂ. നമ്മൾ അവർക്ക് പിന്നാലെ, അതായത് മാഡത്തിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുറപ്പിച്ച രീതിയിൽ ഡീല് നടക്കാൻ സാധ്യതയില്ല. സാറ് പറയുന്നത് വിഷ്ണുവിനെ റിലീസാക്കുക മാത്രമായിരുന്നില്ലല്ലോ നമ്മുടെ പ്ലാൻ. അതിന് തുനിഞ്ഞിറങ്ങിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവന്മാര് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞതല്ലേ റസാക്കെ, എനിക്ക് പണവും മറ്റു കാര്യങ്ങളും ഒന്നും വിഷയമല്ലെന്ന്. എന്റെ ആവശ്യം വിഷ്ണുവേട്ടനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. അതാ നിങ്ങൾ എന്റെ കൂടെ നിന്ന് തകർത്തത്. മാഡം, എനിക്കൊന്നും കേക്കണ്ട. അവര് ചോദിച്ച പണം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. റസാഖാണ് അവര് പറഞ്ഞതിനേക്കാൾ കുറവ് പണം കൊടുക്കാൻ പറഞ്ഞത്. അത് ഞാൻ അനുസരിക്കുകയും ചെയ്തല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം റസാഖും അനുസരിക്കണമായിരുന്നു. എനിക്ക് പോലീസിന്റെ സഹായമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് നിങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് എന്താ അവര് വിഷ്ണുവേട്ടനെ വിട്ടു തന്നില്ല. മാഡം, അവരെന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഇനിയുള്ള മാഡത്തിന്റെ നീക്കം എന്താ? വിഷ്ണുവേട്ടനെ എനിക്ക് രക്ഷിക്കണം. അതിന് അവരുടെ ചില ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചിരിക്കുക. പക്ഷേ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അവർക്ക് പണം മുഴുവനായി നൽകി അവരെ പോലുള്ള ക്രിമിനൽസിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തന്നെ മാഡം തീരുമാനിച്ചു അല്ലേ? ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ജയിക്കാൻ നോക്കിയിട്ട് എന്തായി റസാക്കെ? കാര്യങ്ങളൊന്നും നടന്നുമില്ല, പരാജയപ്പെട്ട് നിൽക്കേണ്ടിയും വന്നു. ഇനി എനിക്കൊരു പരീക്ഷണത്തിന് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മാഡം, റസാഖ്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്റെ പിന്നാലെ വരരുത്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഞാനിപ്പോ മുൻകൈ എടുക്കുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ രക്ഷ മാത്രമാണ്. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിർമ്മലേ, എന്താ വിളിച്ചായിരുന്നോ? കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ, വല്ലാത്തൊരു ദാഹം. അതിന് ഇന്നലെ എന്താ കഴിച്ചത്? ഗോതമ്പിന്റെ ചപ്പാത്തി ഒന്നും കഴിച്ചില്ലല്ലോ. വെള്ളം ദാഹം വരാൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടോ? അതങ്ങനെ വരുന്നതല്ലേ. അതെ, ഈ ശിവനെ ഇങ്ങനെ വിട്ടാൽ എങ്ങനെയാ? ഇന്നലെ പോയ ചെക്കൻ ഇതുവരെ വന്നിട്ടില്ല.
ഇവൻ ഇത് എവിടെ കറങ്ങി നടക്കുക? എന്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞിരുന്ന കാലമൊക്കെ പോയില്ലേ? അവൻ അവന്റെ വഴി സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയി. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കി മാറ്റി നിർത്താനാവില്ലല്ലോ. മകനായി പോയില്ലേ? എടി, മക്കള് തന്നോളമായാൽ താനെന്ന് വിളിക്കണമെന്നാ. നമ്മൾ അങ്ങനെ കണ്ടില്ലെങ്കിൽ ജനിപ്പിച്ച തന്തയെ താനെന്ന് വിളിക്കുന്ന മക്കളാ നമുക്ക് ചുറ്റുമുള്ളത്. അതറിഞ്ഞുകൊണ്ട് ഇടപെടുമ്പോ സൂക്ഷിച്ച് ഇടപെടണം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ജനറേഷന്റെ അടുത്ത്. എന്ത് ജനറേഷന്റെ കാര്യം പറഞ്ഞാലും മക്കള് മക്കളല്ലാതാകുന്നില്ലല്ലോ. വഴി പിഴച്ചു പോവാതിരിക്കാൻ നമ്മളാൽ കഴിയാവുന്നത് നമ്മൾ ചെയ്യണം. അവൻ വരട്ടെ, സംസാരിക്കാം. വീടിനോടും ഇവിടെയുള്ളവരോടും ഉത്തരവാദിത്വം വേണമെന്ന് പറയാം. ഇങ്ങനെ കാള കളിച്ച് നടന്ന് ഉള്ള ജീവിതം നശിപ്പിക്കരുതെന്നും പറയാം. കേക്കുമെങ്കിൽ കേക്കട്ടെ. എങ്ങനെ വളർത്തിയ ചെക്കനാ, ഇപ്പൊ നേരെ നിന്നൊന്ന് മിണ്ടാൻ പോലും പേടിയാ. വായിന്ന് വീഴുന്നത് എന്താന്ന് പോലും പറയാൻ പറ്റില്ല. നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അതെ ഏട്ടാ, എനിക്കൊരു ആഗ്രഹം. അവന്റെ വിവാഹം നമുക്കങ്ങ് പെട്ടെന്നൊന്നും നടത്തിയാലോ? ചിലപ്പോഴേ ഒരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ നന്നായാലോ? ചുണയുള്ളവനായി വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊരല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. അത് മാറാനുള്ള വഴിയാ ഞാനീ പറഞ്ഞത്. ഒരു പെണ്ണിന്റെ കണ്ണീരും കൂടി ഒപ്പം ചേർക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ, വരട്ടെ. കാര്യങ്ങൾ ഏത് രീതിക്കാ പോകുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്തും. എന്താ ആ പെണ്ണിന്റെ പേര്? ആരുടെ? ശിവന്റെ പിന്നാലെ നടക്കുന്ന ആ യോഹന്നാന്റെ മകളുടെ. ഡെയ്സി. യോഹന്നാന്റെ കുരുട്ടുബുദ്ധിയൊന്നും ആ കൊച്ചിനില്ല. ശിവനെ അവൾക്ക് വലിയ കാര്യമാ. ആന്റി, 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 എന്താ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? ശിവനെ അവരെല്ലാരും കൂടി കൊല്ലാറാക്കി. കൊല്ലാറാക്കിന്നോ? അത് എന്റെ ഈശ്വര. ഹലോ, മഹേന്ദ്ര, മാധവനാണ്. പറയൂ ഡോക്ടർ. ശിവനെ ഒരു അപകടത്തിൽപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടറെ, അവന് മഹേന്ദ്രൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് നേരിൽ സംസാരിക്കാം. ആ, ഞാൻ ദേ ഇപ്പൊ വരാം. ശിവൻ ഹോസ്പിറ്റലിലാന്ന്. ഈശ്വര,